എല്ലാ യൂട്യൂബ് വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പ്രോഡക്റ്റുമായിട്ടാണ് ഐഫോണിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ റിവ്യൂയിലോട്ട് കടക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ഐഫോൺ 12. ഏകദേശം 3.25 ലക്ഷത്തോളം വില വരുന്ന ഒരു പ്രോഡക്റ്റാണത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ളൊരു പ്രോഡക്റ്റാണിത് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഐഫോണിൻ്റെ ബോക്സ്. വളരെ നീറ്റായിട്ടുള്ള ബോക്സാണ്, ചെറിയ ബോക്സാണ്. ഇതിൽ ചാർജറൊന്നും വരുന്നില്ല. ഇതാണ് നമ്മുടെ മെയിൻ അതിൻ്റെ ഡിവൈസ്. ഇതാണ് ഐഫോണിൻ്റെ ബാക്ക് വശം. ഇതിൽ വരുന്നത് 12 MB ഒരു ക്യാമറയാണ് വരുന്നത്. ഇതൊരു വൈഡ് ആംഗിൾ ക്യാമറ, ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല സോളിഡ് ഫീൽഡ് ഉണ്ട് ഇതിൽ യൂസ് ചെയ്യുമ്പോൾ. സ്വിച്ചൊക്കെ നല്ല ടാക്റ്റൈലാണ്. നമുക്കിതിനെ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ ഡിവൈസിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ വരുന്നത് നമ്മുടെ ഐഫോണിൻ്റെ പുതിയ വെർഷനായിട്ടുള്ള അപ്ഡേറ്റാണ്. 14.7 വെർഷനാണ് ഇതിൽ വരുന്നത്. അതിൽ തന്നെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഐഫോണിൻ്റെ പുതിയ അപ്ഡേറ്റിൽ കുറേ ചേഞ്ചസ് ഇതിൽ വരുന്നുണ്ട് ഇൻ്റർഫേസിൽ തന്നെ. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുമ്പോൾ ക്വാഡ് HD LED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വ്യൂവിങ് എക്സ്പീരിയൻസ് നൽകുന്നുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഇരിക്കുന്നത് വൈറ്റ് കളറാണ്. ഇതിൽ തന്നെ ബ്ലാക്ക്, ഗ്രീന്, ഓഷ്യൻ കളറ് എല്ലാം വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ വൈറ്റ് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ സൈഡ് ബെസൽസൊക്കെ നല്ല തിന്നാണ്. ക്യാമറ നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതിന് യൂസ് ചെയ്യുമ്പോൾ. വീഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ട്. 4K വരെ ഇതിന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K 60 FPS വരെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്പെക്ക് തന്നെയാണ്. ബാറ്ററി വരുമ്പോൾ 2500 സംതിങ് ബാറ്ററി ബാക്കപ്പിന് വരുന്നുണ്ട്. ലൈറ്റ് യൂസേഴ്സിന് പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണിത്. ഹെവി യൂസേഴ്സിന് ഇത് അത്ര ഒരു ബാക്കപ്പ് നൽകുമെന്ന് സംശയമാണ്. യൂസ് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ വരുന്നത് നമ്മളെ ഐഫോണിൻ്റെ തന്നെ 14 ബയോണിക് ചിപ്പ് സെറ്റാണ് വരുന്നത്. 5 നാനോമീറ്റർ പ്രോസസ്സറിൽ ബിൽഡ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ. അപ്പോൾ നല്ല ഹീറ്റിംഗ് ഒന്നും വലുതായിട്ട് വരത്തില്ല. ഐഫോണിൻ്റെ തന്നെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പക്ഷേ 14.7.1 ആണ് ഇതിൽ വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ്. പിന്നെ ഇതിൽ 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ബാൻഡിൽ ഏകദേശം ഒരു 6-7 ബാൻഡുകൾ നമ്മളെ ഇന്ത്യൻ 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ. പിന്നെ ഇതിൽ സെക്യൂരിറ്റി ആയിട്ട് ഫേസ് ID ആണ് വരുന്നത്. ഇൻഫ്രാറെഡിൻ്റെ ഒരു ഫേസ് ID ഈ നോച്ചിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തതിൻ്റെ ക്യാമറ റിവ്യൂസ് ഒന്ന് നോക്കാം. ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ക്യാമറ ഇൻ്റർഫേസ്. അത്യാവശ്യം എല്ലാം നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വീഡിയോ മോഡിൽ നമുക്ക് ഇതിനെ 4K 60 FPS വരെ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും.
HD 60 ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്യാമറ ഇൻ്റർഫേസിൽ കാണുന്നത്. ഇത് വൈഡ് ആംഗിൾ ക്യാമറയിലുള്ള വിഷ്വൽസാണ്. ഇത് ക്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ്. ഇതാണ് റെഗുലർ ക്യാമറയിലുള്ള ഇമേജ്. ഇത് നല്ല ക്വാളിറ്റി നൽകുന്നുണ്ട്. ഇതിന് കളേഴ്സ് എല്ലാം നല്ല ആക്യുറേറ്റ് ആണ്. സ്ലോ മോവും നമുക്ക് ഇതിലെടുക്കാൻ കഴിയുന്നത് 240 വരെ, HD 240 വരെ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും സ്ലോ മോഷൻ. അപ്പോൾ ടൈം ലാപ്സ് നമുക്ക് ഇതിലെടുക്കാൻ പറ്റുന്നത് 4K വരെ എടുക്കാൻ പറ്റും ഇതിൽ. പിന്നെ ഒരുപാട് ഇതിൽ HDR മോഡ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4.7 ഇതിൽ HDR മോഡ്സ് നമുക്കിതിൽ ഒരുപാട് വരുന്നുണ്ട്. വീഡിയോയിൽ തന്നെ HDR മോഡ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ വീഡിയോ ക്വാളിറ്റി. സെൽഫി ഇതാണ് നമ്മുടെ സെൽഫിയുടെ ക്വാളിറ്റി. ഇതിൽ 4K 60 FPS വരെ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ ക്വാളിറ്റി നല്ല ഒരു മാക്സിമം ക്വാളിറ്റിയിൽ നൽകുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇതിൽ. പിന്നെ സ്ലോ മോഷൻ എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടും 12 MB ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കളേഴ്സ് എല്ലാം നല്ല ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഐഫോണിൻ്റെ നമ്മൾ പറയണ്ടല്ലോ, അതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളതിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ നമ്മൾ ഐഫോൺ തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 3/4 ലക്ഷത്തോളം വില വരുന്ന ഈ ഫോണിന് ഇത്രയും ഫീച്ചേഴ്സും അതിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് ഈ ഫോണിനെ പറയാൻ കഴിയില്ല. എന്നാലും നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്രോസസ്സറും അതിൻ്റെ ഡിസ്പ്ലേയും എല്ലാം ഇതിന് നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതും ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഫോണിൽ നിന്ന്. അപ്പോൾ ആൻഡ്രോയിഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് മികച്ചതായിട്ട് തോന്നുന്നത് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ്. വളരെ നീറ്റായിട്ടുള്ള ഇൻ്റർഫേസാണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പക്ഷേ ഇത് നമ്മൾ കുറച്ച് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ തന്നെ ഒരു 16% ബാറ്ററി പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇൻറ്റേർണൽ വരുന്നത് 128 4GB റാമിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം ഗെയിംസും എല്ലാം നല്ലതായിട്ട് പോവും. ഹീറ്റിങ് വലുതായിട്ടില്ല. എത്ര നേരം യൂസ് ചെയ്തതിൽ ഹീറ്റിങ് വലുതായിട്ട് വരുന്നില്ല. ചെറുതായിട്ട് ഈ ക്യാമറയുടെ ഭാഗത്തു നിന്ന് ചെറിയ പ്രോസസ്സറിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു ഹീറ്റിംഗ് വരുന്നുണ്ട്. അത് യൂഷ്വലാണ്, എല്ലാ ഫോണിലും വരുന്നതാണ്. പിന്നെ ഇതിൽ പുതിയ അപ്ഡേറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഐഫോണിൻ്റെ തന്നെ. ഇപ്പോൾ 14.7 പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. ഇതിൽ യൂസർ ഇൻ്റർഫേസിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഷെയ്ഡിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞതായിരിക്കും. പിന്നെ നമുക്ക് മുൻപുള്ള വെർഷൻസിൽ നിന്നും എന്ന് പറയുമ്പോൾ നമ്മുടെ ഐഫോണിൻ്റെ പഴയ യൂസർ ഇൻ്റർഫേസ് വെർഷൻസിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ പുതിയ അപ്ഡേറ്റിൽ നൽകിയിട്ടുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ മാപ്പാണ്. മാപ്പിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സെറ്റിങ്സ് മെനു. നമ്മൾ ഐഫോൺ എടുക്കാൻ തന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ഇത് തന്നുകൊണ്ടിരിക്കും. യൂഷ്വലായിട്ടുള്ള എല്ലാ ബഗ്സും എല്ലാം അവർ സോൾവ് ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ ഇടക്കാലങ്ങളിൽ വെച്ചുള്ള അപ്ഡേറ്റുകൾ തന്നുകൊണ്ട്. അപ്പോൾ മെയിനായിട്ട് അതാണ് എല്ലാവരും ഇതിൻ്റെ ഒരു മെയിൻ വശമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ഇതിൽ IP67 റേറ്റിംഗുള്ള വാട്ടർ റെസിസ്റ്റൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 6 മീറ്ററോളം നമുക്കിതിൽ വെള്ളത്തിൻ്റെ അടിയിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഏകദേശം നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ താഴെയുള്ള പ്രൈസിലും നമുക്ക് ചില ഫോണുകളിൽ ഇത് കിട്ടുന്നുണ്ട്.
പക്ഷെ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്ന് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഐഫോൺ അവർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ 6 മീറ്ററിൽ കൂടുതൽ ആഴ്ചയിൽ നമുക്കിതിന് വീഡിയോസും ഫോട്ടോസും എല്ലാം ക്ലിക്ക് ചെയ്യാൻ പറ്റും.